കർത്താവ് നിങ്ങളോടുകൂടെ അങ്ങേ ആത്മാവോടും കൂടെ. വിശുദ്ധ ലൂക്ക അറിയിച്ച പരിശുദ്ധ സുവിശേഷത്തിൽ നിന്ന്. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അധ്യായം 18 1 മുതലുള്ള തിരുവചന ഭാഗം. അക്കാലത്ത് ഭഗ്നാശരാകാതെ എപ്പോഴും പ്രാർത്ഥിക്കണം എന്ന് കാണിക്കാൻ യേശു തൻ്റെ ശിഷ്യന്മാരോട് ഒരു ഉപമ പറഞ്ഞു. ദൈവത്തെ ഭയപ്പെടുകയോ മനുഷ്യരെ മാനിക്കുകയോ ചെയ്യാത്ത ഒരു ന്യായാധിപൻ ഒരു പട്ടണത്തിൽ ഉണ്ടായിരുന്നു. ആ പട്ടണത്തിൽ ഒരു വിധവയും ഉണ്ടായിരുന്നു. അവൾ വന്ന് അവനോട്, എതിരാളികൾക്കെതിരെ എനിക്ക് നീതി നടത്തി തരണമേ എന്നപേക്ഷിക്കുമായിരുന്നു. കുറേ നാളത്തേക്ക് അവനത് ഗവനിച്ചില്ല. പിന്നീട് അവൻ ഇങ്ങനെ ചിന്തിച്ചു, ഞാൻ ദൈവത്തെ ഭയപ്പെടുകയോ മനുഷ്യരെ മാനിക്കുകയോ ചെയ്യുന്നില്ല, എങ്കിലും ഈ വിധവ എന്നെ ശല്യപ്പെടുത്തുന്നത് കൊണ്ട് ഞാൻ അവൾക്ക് നീതി നടത്തി കൊടുക്കും. അല്ലെങ്കിൽ അവൾ കൂടെ കൂടെ വന്ന് എന്നെ അസഹ്യപ്പെടുത്തും. കർത്താവ് പറഞ്ഞു, നീതിരഹിതനായ ആ ന്യായാധിപൻ പറഞ്ഞത് എന്തെന്ന് ശ്രദ്ധിക്കുവിൻ. അങ്ങനെയെങ്കിൽ രാവും പകലും തന്നെ വിളിച്ചു കരയുന്ന തൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് ദൈവം നീതി നടത്തി കൊടുക്കയില്ലേ? അവിടുന്ന് അതിന് കാലവിളംബരം വരുത്തുമോ? അവർക്ക് വേഗം നീതി നടത്തി കൊടുക്കും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. എങ്കിലും മനുഷ്യപുത്രൻ വരുമ്പോൾ ഭൂമിയിൽ വിശ്വാസം കണ്ടെത്തുമോ? കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. പ്രിയപ്പെട്ടവരെ, ഇന്ന് തിരുസഭയിൽ നമ്മൾ അനുസ്മരിക്കുന്ന ഒരു വിശുദ്ധിയുണ്ട്. 2 വിശുദ്ധരുണ്ട്. അതിൽ നമുക്ക് ധ്യാന വിഷയമാക്കാവുന്ന ഒരു വിശുദ്ധിയാണ് വിശുദ്ധ ജർത്രൂദ്. ഒരുപാട് വെളിപ്പെടുത്തലുകൾ കിട്ടിയിട്ടുള്ള ഒരു വ്യക്തിയാണ് വിശുദ്ധ ജർത്രൂദ്. അതുപോലെ തന്നെ മനോഹരമായ ആധ്യാത്മികത നിറഞ്ഞു നിൽക്കുന്ന പല ഗ്രന്ഥങ്ങളും ഈ വിശുദ്ധയിൽ നിന്ന് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. വിശുദ്ധ കുർബാന അതിൽ പങ്കെടുക്കുമ്പോൾ അവർക്കൊരു ആത്മീയ നിർവൃതി വന്നിട്ട് സ്വർഗത്തിൽ നടക്കുന്ന വിശുദ്ധ കുർബാനയെ ദർശിക്കാനായിട്ട് ഒരവസരം ലഭിച്ച വ്യക്തിയാണ്. മഹാനായ വിശുദ്ധനെന്ന് പലരെയും നമ്മൾ കാണുന്നുണ്ട്, മെയിൽ വിശുദ്ധർ. പക്ഷേ മഹതി എന്ന ആ ഒരു ടൈറ്റിൽ കിട്ടിയിരിക്കുന്ന ഏക സ്ത്രീ വിശുദ്ധയാണ് വിശുദ്ധ ജർത്രൂദ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അതെല്ലാം അവരുടെ ജീവിതം എങ്ങനെയായിരുന്നു എന്നുള്ളത് നമ്മെ പഠിപ്പിക്കുന്ന കാര്യങ്ങളാണ്. വിശുദ്ധ ബെനഡിക്റ്റ് 14 അദ്ദേഹം മഹാവിശുദ്ധ എന്ന ആ ഒരു പദവി ഈ വിശുദ്ധയ്ക്ക് നൽകിയുണ്ടായി. ഇവരുടെ ജീവിതത്തിലേക്ക് നോക്കിയാൽ ലൗകിക കാര്യങ്ങൾ എടുക്കേണ്ട പോലെ എടുത്തു. അത് സാധിച്ചത് ആത്മീയ കാര്യങ്ങൾ അവരുടെ ജീവിതത്തിൽ ഒരുപാട് സ്ഥാനം പിടിച്ചതുകൊണ്ടാണ്. ഈ വിശുദ്ധ നമുക്ക് നൽകുന്ന വലിയൊരു സന്ദേശമുണ്ട്. നമ്മുടെ ശരീരത്തിലും നമ്മുടെ മനസ്സിലും നമ്മൾ അനുഭവിക്കുന്ന സഹനങ്ങളുണ്ട്. ഈ സഹനങ്ങൾ ദൈവവും നമ്മുടെ ആത്മാവും തമ്മിലുള്ള ആധ്യാത്മിക ബന്ധത്തിൻ്റെ സൂചനയായിട്ട് നമ്മൾ എടുക്കണം എന്നാണ് പറഞ്ഞത്. പലപ്പോഴും സഹനം വരുമ്പോൾ നമ്മുടെ നിയന്ത്രണം പോയെന്ന് വരും, നമ്മുടെ ചിന്തകൾ പാളിപ്പോയെന്ന് വരും. പക്ഷേ അത് വരരുത്. എൻ്റെ ആത്മാവും എൻ്റെ ദൈവവും തമ്മിലുള്ള ആധ്യാത്മിക ബന്ധത്തിൻ്റെ സൂചനയായിട്ട് സഹനങ്ങളെ നമ്മൾ എടുക്കണം എന്ന് ഈ വിശുദ്ധ പഠിപ്പിച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ അവർ പറയുന്നത്, നമുക്കെല്ലാവർക്കും കുറച്ച് ഈ ഭക്താഭ്യാസങ്ങളുണ്ട്. അത് ദിവസേന നമ്മൾ നടത്തുന്നവരായിരിക്കാം. ഒത്തിരിയേറെ ഭക്താഭ്യാസങ്ങൾ നമുക്ക് കൈമുതലായിട്ട് വന്നിട്ടുണ്ടായിരിക്കാം. അതിനേക്കാൾ ദൈവം ഇഷ്ടപ്പെടുന്നൊരു കാര്യമുണ്ടെന്ന്. അതാണ് ഈ സഹനവേളകളിൽ ശുദ്ധ നിയോഗം കാത്തു സൂക്ഷിക്കുന്നത്. ജോബിൻ്റെ ജീവിതത്തിലേക്ക് നോക്കിയാൽ നമുക്കൊക്കെ ഊഹിക്കാൻ പോലും പറ്റാത്ത വിധത്തിൽ സഹനങ്ങൾ ഏറ്റെടുക്കേണ്ടി വന്ന ഒരു വ്യക്തിയാണ് ജോബ്. പക്ഷെ അവിടെ ജോബ് ആ സമയത്തെല്ലാം ശുദ്ധ നിയോഗം കാത്തു സൂക്ഷിച്ചു.
ദൈവം തന്നു, ദൈവം എടുത്തു, ദൈവനാമം മഹത്വപ്പെടുത്തപ്പെടട്ടെ എന്ന് പറയാൻ സാധിച്ച ഒരു വ്യക്തിയാണ് ജോബ്. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഭക്താഭ്യാസങ്ങളെക്കാൾ ദൈവം ഇഷ്ടപ്പെടുന്നത് എന്ന് ഈ വിശുദ്ധ നമ്മെ പഠിപ്പിച്ചിരിക്കുന്ന ഒരു കാര്യമാണ്. ഇന്നത്തെ ആദ്യ വായന നമ്മെ ഓർമ്മിപ്പിക്കുന്നത് നമുക്ക് മറ്റുള്ളവരോട് ചേർന്ന് നിന്ന് സുവിശേഷ വേല ചെയ്യാൻ പറ്റണം. 1 കൊരിന്തോസ് 3-ാം അധ്യായം 6-ാമത്തെ വചനമെടുത്താൽ നമ്മൾ കാണുന്നുണ്ട് പൗലോസ് അപ്പോളോസിനോട് ചേർന്ന് നിന്ന് സുവിശേഷ വേല ചെയ്തു. അതുകൊണ്ടാണ് പൗലോസിന് പറയാൻ പറ്റിയത്, ഞാൻ നട്ടു, അപ്പോളോ വെള്ളമൊഴിച്ചു. അവർ രണ്ടുപേരും കൂടെ ചേർന്ന് ശുശ്രൂഷ ചെയ്തേ. ചിലർക്ക് ശുശ്രൂഷകർക്ക് ഒന്നിച്ചു പോകാൻ പറ്റത്തില്ല. അതല്ല, ഒന്നിച്ച് നിന്ന് സുവിശേഷ വേല ചെയ്യാൻ വിളിക്കപ്പെട്ടവരാണ് നമ്മളെന്ന് ഇന്നത്തെ ആദ്യ വായന നമ്മെ പഠിപ്പിക്കുന്നത് കാണാൻ പറ്റും. സുവിശേഷ ഭാഗത്തിലേക്ക് വരുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും, ദൈവം നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്നത് പല രീതിയിലായിരിക്കാം. അതെല്ലാം ഉത്തരമായിട്ടെടുക്കണം. ചിലരുടെ കുഴപ്പം, ഒരു കാര്യം പ്രാർത്ഥിച്ചു, ഒരു വിഷയം വെച്ച് പ്രാർത്ഥിച്ചു, അവരുദ്ദേശിച്ച പോലെ നടന്നില്ല. ഉടനെ പറയുന്നത് എന്താണെന്നറിയോ? ദൈവം പ്രാർത്ഥന കേട്ടില്ല, എൻ്റെ കാര്യം മാത്രം നടന്നില്ല. പക്ഷെ ദൈവം ഉത്തരം നൽകുന്ന പല രീതികളുണ്ട്. ഇന്നത്തെ സുവിശേഷ ഭാഗം നമ്മളെ പഠിപ്പിക്കുന്നത് അതാണ്. ഭഗ്നാശരാകരുത്. ചിലപ്പോൾ കാലതാമസം വന്നേക്കാം. കർത്താവ് ചിലപ്പോൾ പറഞ്ഞേക്കാം, വെയിറ്റ്, തക്ക സമയത്ത് ഞാൻ പ്രവർത്തിക്കും, അതുവരെ കാത്തിരുന്ന് പ്രാർത്ഥിക്കാൻ ദൈവം പറഞ്ഞേക്കാം. അതിനുള്ള ദീർഘക്ഷമ നമുക്കുണ്ടാകണം. രാവും പകലും കർത്താവിനോട് നിലവിളിച്ച് പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥന കർത്താവ് കേൾക്കാതിരിക്കുമോ? അതാ ചോദിച്ചിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് ദൈവത്തിൻ്റെ സമയം വരാൻ നമ്മൾ കാത്തിരുന്ന് പ്രാർത്ഥിക്കണം എന്നുള്ളത് ദൈവം നമ്മെ ഓർമ്മിപ്പിക്കുന്ന കാര്യമാണ്. വേറെ ചില അവസരങ്ങളിൽ കർത്താവ് നമുക്ക് പറഞ്ഞേക്കാം, നിനക്കിനിയും അല്പം കൂടി വളരാൻ പറ്റും, വളരുക, അപ്പോൾ ഞാൻ നിൻ്റെ കാര്യം നടത്തി തരാം. ഒരാൾ എന്നോട് പറഞ്ഞാണ്, സോഫായിലിരുന്നാ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്, ഒരു വിഷയം വെച്ച് പ്രാർത്ഥിച്ചിട്ട് അന്ന് നടന്നില്ല. അപ്പം എനിക്കൊരു പ്രചോദനം വന്നു, മുട്ടുകുത്തി കയ്യും വിരിച്ചു പിടിച്ച് ത്യാഗമെടുത്ത് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഒത്തിരി നാളൊന്നും എടുത്തില്ല, എൻ്റെ കാര്യം നടന്നു. അപ്പം നമുക്ക് ഒരു വളർച്ച നമ്മുടെ പ്രാർത്ഥനയിൽ കൊണ്ടുവരാൻ, നമ്മുടെ പ്രാർത്ഥനയിൽ അല്പം കൂടി ത്യാഗമെടുക്കാൻ നമുക്ക് സാധിച്ചാൽ ഒരുപക്ഷെ അത് സ്വർഗത്തിലെത്തി ഫലമണിയുന്നത് നമുക്ക് കാണാൻ പറ്റും. മറ്റൊരു രീതിയും കൂടിയുണ്ട്. ദൈവം പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്നത് ചില കാര്യങ്ങൾ വേണ്ട എന്ന് പറഞ്ഞായിരിക്കാം. പൗലോസ് പ്രാർത്ഥിച്ചല്ലോ, ശരീരത്തിലെ മുള്ളു മാറാൻ. കർത്താവ് പറഞ്ഞ എന്താ? അതവിടെ ഇരിക്കട്ടെ, നിനക്ക് എൻ്റെ കൃപ മതി. അതൊരു പ്രാർത്ഥന കേട്ട രംഗമാണ്. യേശു പറഞ്ഞു, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് അകറ്റണേ. പിതാവ് പറഞ്ഞു, ഇല്ല, അതവിടെ ഇരിക്കട്ടെ, നീ അത് കുടിക്കേ, പക്ഷേ നിന്റെ കൂടെ ഞാനുണ്ട്. ശരിക്കും അതും ഒരു ഉത്തരമായിട്ട് ദൈവം നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം തന്നതായിട്ട് നമ്മൾ കാണണം. അപ്പം അതുകൊണ്ട് ഞാൻ ചോദിച്ചത് അതുപോലെ തന്ന ഗോ എന്ന് പറയുന്ന, അത് മാത്രമല്ല പ്രാർത്ഥന, ചിലപ്പോൾ സ്ലോ എന്ന് പറഞ്ഞേക്കാം, സമയമാകുമ്പോൾ നടത്താമെന്ന്. വേറെ ചില സമയത്ത് ഗ്രോ, നീ വളരേണ്ടതുണ്ട് എന്ന് പറഞ്ഞേക്കാം. ചിലപ്പോൾ കർത്താവ് പറയുന്നത് നോ. പക്ഷെ അതും ഒരു ഉത്തരമായിട്ട് എടുക്കാൻ നമുക്ക് സാധിക്കണം. നമുക്ക് ഈ ഒരു ബോധ്യത്തിലേക്ക് വരാൻ സാധിച്ചാൽ ഏത് സാഹചര്യത്തിലും ദൈവത്തെ സ്നേഹിച്ച് ദൈവം തരുന്നത് എടുത്ത് മുമ്പോട്ട് പോകാൻ നമുക്ക് സാധിക്കും. അതിനുവേണ്ട കൃപയ്ക്കും അനുഗ്രഹത്തിനുമായിട്ട് ഇന്നത്തെ ബലിയിൽ ദൈവത്തോട് പ്രാർത്ഥിക്കുകയും വിശുദ്ധ ജത്രൂദിൻ്റെ മാധ്യസ്ഥം തേടി നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം.